ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ പേര് വിഷ്ണുനാഥ് സുധ. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണമായിട്ടൊരു ഓണ സന്ദേശം നൽകാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഓണ സന്ദേശം മറ്റൊന്നുമല്ല, ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കൂത്താട്ടുകുളം വരെ ഒന്ന് പോയിരുന്നു. അപ്പോൾ കൂത്താട്ടുകുളം വരെ പോയിട്ട് ഇന്നലെ ഉത്രാട നാളായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഉത്രാട നാളിൽ കൂത്താട്ടുകുളം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ റോഡിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിപ്പിൾസ് അടിച്ച് പോകുന്നതൊന്നും ഇപ്പോൾ ഒരു വലിയ പ്രശ്നമേ അല്ലാന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കൊന്ന് ഞാൻ റോട്ടിൽ കണ്ട ഏറ്റവും കൂടുതൽ പയ്യന്മാർ, ഒരു 20 വയസ്സ് താഴെയുള്ള പയ്യന്മാരെല്ലാം ട്രിപ്പിൾസ് അടിച്ചാണ് വന്നത്. പിന്നെ ഈ റോട്ടിൽ തന്നെ ഈ സിക്സ് ആഗിൽ പോകുന്നത് വലിയ പ്രശ്നമല്ലാന്ന് തോന്നുന്നു. കാരണം ഇവരെല്ലാം, എനിക്കൊന്ന് പയ്യന്മാരും കുറച്ച് പ്രായമായ ആൾക്കാരും എല്ലാം തന്നെ സിക്സ് ആഗിലാണ് പോകുന്നത്. അവരുടെ ശരീരവും മനസ്സും സിക്സ് ആഗിൽ പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇവരും റോട്ടിൽ കൂടെ സിക്സ് ആഗിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലിരിക്കുന്ന നമുക്ക് ലെഫ്റ്റിൽ കൂടെ കയറി പോകണോ റൈറ്റിൽ കൂടെ കയറി പോകണോ എന്നൊരു അവസ്ഥയിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ ഇങ്ങനെ പോകുന്നു. അതൊരു വല്ലാത്ത അനുഭവമാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം കണ്ടു. അപ്പോൾ വേറൊരു സംഭവം കണ്ടത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ ബൈക്കിൽ പോകുന്ന ഒരു സമയം. അപ്പം ഒരു ചെറിയൊരു ഇടവഴിയാണ്. അപ്പോൾ ചെറിയൊരു ഇടവഴിയിൽ ആ ഇടവഴി നിറഞ്ഞൊരു ലോറി പോവുകയാണ്. ആ ലോറിയുടെ പിറകെ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ ലോറി അങ്ങ് പോയി. അപ്പോൾ ലോറിയുടെ 2 സൈഡിലും ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല, അത്രയ്ക്ക് ചേർന്നാണ് ആ ലോറി പോകുന്നത്. ആ ലോറിയുടെ പിറകെ ഞാനും പോവുകയാണ്. ആ ലോറി അങ്ങ് പോയ ഉടനെ ഒരു വൃദ്ധയായ സ്ത്രീ റോട്ടിലേക്ക് എടുത്തങ്ങ് ചാടി. തൊട്ട് ബാക്കിന് ഞാൻ വന്നായിരുന്നു. ഞാൻ ബ്രേക്ക് പിടിച്ചു. ഞാൻ വീഴേണ്ടതായിരുന്നു. വണ്ടിയുടെ ലൈറ്റ് കയറി പുള്ളിക്കാരിയുടെ ഈ ഒരു ഷോൾഡറിൽ, ലൈറ്റല്ല മറ്റേ കണ്ണാടി കയറി ആ പുള്ളിക്കാരിയുടെ ഷോൾഡറിൽ ചെറുതായിട്ട് തട്ടിയായിരുന്നു. പുള്ളിക്കാരി വീണായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. എന്നിരുന്നാലും വൃദ്ധയായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരിശോധനയ്ക്ക് ശേഷം വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു, ഒന്ന് നോക്കിയൊക്കെ എടുത്ത് ചാടണ്ടേ, വണ്ടിയൊക്കെ വരെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഇത്രയും പ്രായമായല്ലേ, നിങ്ങളൊക്കെ അല്ലേ അത് നോക്കി വരേണ്ടത്, ഞാൻ പ്രായമായ സ്ത്രീയല്ലേ, എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റത്തില്ല, നിങ്ങൾ അത് നോക്കി നിങ്ങളൊന്ന് നിർത്തി തരണ്ടേ. അപ്പം ഞാൻ അമ്മയോടും പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ സ്പീഡിനല്ല വരുന്നതെങ്കിൽ കൂടിയും പെട്ടെന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് വെട്ടിച്ച് മാറ്റാൻ പറ്റണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ വെട്ടിച്ച് മാറ്റിയാൽ ചിലപ്പോൾ നമ്മൾ തന്നെ താഴെ വീഴും. അപ്പം നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റോഡിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ വലതുവശത്ത് നോക്കുക, പിന്നെ നമ്മുടെ ഇടതുവശത്ത് നോക്കുക. 2 വശത്തും നോക്കിയിട്ട് 2 വശത്തും വണ്ടികളില്ല, അഥവാ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ക്രോസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് അല്ലെങ്കിൽ സമയം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്രോസ് ചെയ്യുക. ഞാൻ ഇന്നലെ കണ്ട മൂന്നാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഉത്രാടപ്പാച്ചിലല്ലേ, എല്ലാവരും വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കാം. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് എങ്കിൽ അവരിപ്പുറത്തോട്ട് മാത്രം നോക്കി, അപ്പുറത്ത് വണ്ടിയൊന്നും വരുന്നുണ്ടാവില്ല, പക്ഷേ ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടാവും, പക്ഷേ ഇവരിവിടെ നോക്കില്ല, പകരം അപ്പുറത്തോട്ട് മാത്രം നോക്കി അങ്ങ് ക്രോസ് ചെയ്യും. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇത്രയും അടുത്തെത്തിയില്ലേ, ഇനിയിപ്പം ഇവിടെ നോക്കി ക്രോസ് ചെയ്താൽ ഇവരുടെ വായിന്ന് എന്തെങ്കിലും കേൾക്കും, അതുകൊണ്ട് അവരെ കണ്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പുറത്ത് നോക്കി ഓടിക്കാം. എൻ്റെ പൊന്ന് ചേച്ചി, എൻ്റെ പൊന്നമ്മ, എൻ്റെ പൊന്നമ്മൂമ്മ, ഇനി അപ്പൂപ്പ, ചേട്ടാ, മാമ, എല്ലാവരോടും പറയാൻ ഇത്രേ എനിക്കുള്ളൂ. കാരണം ഈ പറയുന്ന ഇന്നത്തെ ദിവസമാണ്, തിരുവോണ ദിവസമാണ്. ഈ വരുന്ന പല ആൾക്കാർക്കും ബോധം പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ ഞാൻ റോട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. ബോധം പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ എന്തുവാ, ചേച്ചി ചാടണമെന്നോ അല്ലെങ്കിൽ അമ്മ ചാടണമെന്നോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇവർ തന്നെ ഒരു സിക്സ് ആഗിലാണ് വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു, നമ്മൾ ഇത്രയും നാൾ ഓണം ഉണ്ടു, നമ്മൾ നമ്മുടെ ഫാമിലിയോട് കൂടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നത് അവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്കും നമ്മുടെ ഫാമിലിയോട് കൂടി ജീവിച്ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ വീട്ടിൽ കിടന്നു പോയി കഴിഞ്ഞാലും കയ്യോ കാലോ ഒടിഞ്ഞാലും എല്ലാം ബുദ്ധിമുട്ട് നമുക്കാണ്. ചിലപ്പോൾ നമുക്ക് കോമ്പൻസേഷനൊക്കെ കിട്ടുമായിരിക്കും. ചിലപ്പം എന്താ പറയുക, അവരെ ചിലപ്പോൾ പിടിച്ച് ഇപ്പം കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേര് അവരെ പിടിച്ച് ചിലപ്പോൾ ജയിലിൽ വിടായിരിക്കും. പക്ഷേ പോകുന്നത് നമ്മുടെ ജീവനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമാണ് പോകുന്നത്. എന്തിനാണ് വെറുതെ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ നമ്മൾ ആ ഒരു റോഡ് ക്രോസ് കിടക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റോ ലാഭിക്കാം. പക്ഷെ ആ ലാഭിക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ ജീവനില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ഈ ലാഭിച്ച സമയം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? അതുകൊണ്ട് പറയാണ്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 വശത്തും നോക്കി, 2 വശത്തുനിന്നും വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാൻ നോക്കുക. ഇന്നലെ വന്നതിനിടയിൽ ഒരു 5-6 തവണ ഞാൻ ഇതേ സിനാരിയോ കണ്ടായിരുന്നു.
കുറച്ച് പ്രായമായ വ്യക്തികളിലാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളും കുറച്ച് പ്രായമായ വ്യക്തികളാണ് ഞാൻ ഇത് കാണുന്നത്. അവർ ഒരു സൈഡ് മാത്രം നോക്കി ക്രോസ് ചെയ്യുന്നു. അഥവാ അവർക്കൊന്ന് വണ്ടിയുടെ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണമെങ്കിൽ പോലും ഇപ്പുറത്തെ വശത്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് വശത്ത് നോക്കുക. പിന്നെ ചേട്ടന്മാരെ, നിങ്ങൾ വെള്ളം അടിച്ചോളൂ. നിങ്ങൾ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവൻ മാത്രമല്ല അപകടത്തിലാക്കുന്നത്, ഒരു കുറ്റവും ചെയ്യാതെ വെള്ളം അടിക്കാതെ വളരെ പാവപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ജീവിതം കൂടെയാണ് നിങ്ങൾ അപകടത്തിലാക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ കണ്ട വേറൊരു വലിയ സംഭവം, ഞാൻ 1-2 സ്ഥലത്ത് നല്ല അടിപൊളി ഓണത്തല്ല് കണ്ടു. നിങ്ങൾ ഓണമല്ലേ, നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓണത്തല്ല് കൂടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ ദയവ് ചെയ്തത് റോഡിൻ്റെ 2 സൈഡിൽ നിന്ന് തല്ല് കൂടിക്കഴിഞ്ഞാൽ റോഡിലുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റുമായിരുന്നു. ഈ റോഡിൻ്റെ മധ്യത്ത് കയറി നടുരാത്രിയിലൊക്കെ ഇരുന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാതെ ബാക്കിയുള്ള വണ്ടിക്കാർ ലേറ്റ് ആവുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഓണത്തല്ല് ഉണ്ടാക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് റോഡിൻ്റെ 2 സൈഡ് സ്ഥലമുണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്ക് അടി കൂടാം, നിങ്ങൾക്ക് വെട്ടാം, കുത്താം, അതൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ 2 സൈഡിലായിട്ട് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് അങ്ങ് പോകാൻ പറ്റുമായിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, അവിടെ നല്ലൊരു ഓണത്തല്ലുണ്ടായിരുന്നു. രാത്രി ഒരു 12-12:30 സമയത്ത് നടു റോട്ടിൽ കിടന്നാണ് തല്ല് കൂടുന്നത്. ഒരു എൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഒരു 10-50ഓളം വണ്ടികൾ, ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഒരു 10-50ഓളം വണ്ടികൾ ഇങ്ങനെ ട്രാഫിക് ജാമായി കിടക്കുകയായിരുന്നു. ഇവർ തല്ല് കൂടുന്നത് റോട്ടിൽ മാത്രമല്ല, എൻ്റെ കാറിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ കയറി കിടന്നാണ് തല്ല് കൂടുന്നത്. നല്ല രസമുള്ള തല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ സീരിയസ്ലി പറയാം, ഒരു സിനിമ കാണുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് റോട്ടിൻ്റെ സൈഡിലാണെങ്കിലും നമ്മൾ കാണാൻ താല്പര്യമുള്ള ഒരു സൈഡിൽ വണ്ടി ഒതുക്കി കണ്ടോളൂ. നിങ്ങൾ റോട്ടിൻ്റെ മധ്യത്തിൽ നിന്ന് തല്ലണമെന്ന് ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഓണ സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സിക്സാഗിൽ വണ്ടി ഓടിക്കുന്നവർ പരമാവധി ഒരു 9 മണിക്കൊക്കെ ശേഷം വണ്ടി ഓടിക്കാതിരിക്കാൻ നോക്കുക. കാരണം രാത്രിയാണ്, ചിലപ്പം കാണാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വണ്ടി ഇരിക്കാനും താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്രോസ് ചെയ്യുന്ന ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരും മാമന്മാരും അപ്പൂപ്പന്മാരും എല്ലാം ദയവ് ചെയ്ത് 2 സൈഡിലും നോക്കിയിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു ടൈം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ ഓണത്തല്ല് കൂടുന്ന ആൾക്കാർ, ചേട്ടന്മാരെ, അടിപൊളി അടിയാണ്, പക്ഷേ ദയവ് ചെയ്ത് റോട്ടിൻ്റെ മധ്യത്തിൽ നിന്ന് തല്ലുണ്ടാകാതിരിക്കുക. ഇതാണ് എൻ്റെ ഓണ സന്ദേശം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക നല്ലൊരു ഓണം ആഘോഷിച്ചുകൊണ്ട് ബൈ.